ഡിറ്റക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പദ്ധതി പ്രഖ്യാപനവുമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറാണ്. വർദ്ധിച്ചു വരുന്ന ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ മൂർച്ഛിക്കുന്നതിന് മുമ്പ് തന്നെ ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെ നിശ്ചിത ക്രമത്തിൽ വിലയിരുത്തുന്നതിനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിനും കേരളത്തിലെ പൊതുജനങ്ങളെ സഹായിക്കുന്നതിനായി അഭയം പാലിയേറ്റീവ് കെയറിൻ്റെയും ശാന്തി ഭവൻ പാലിയേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും സംയുക്ത സംരംഭമായി ആണ് ഫ്രീ ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. തദ്ദേശീയ സ്വയംഭരണ സ്ഥാപന പരിധികളെ അടിസ്ഥാനമാക്കി ജാതി മത ഭേദമന്യേ പ്രവർത്തിക്കുന്ന വിധത്തിലാണ് പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. ഈ സുഹൃത്ത് സമ്മതത്തിൻ്റെ തിരിതെളിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും പ്രിയങ്കരനും രാവും പകലും കേരളത്തിനു വേണ്ടി അധ്വാനിക്കുന്ന ജനപ്രതിനിധിയും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടി സാറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുന്നു. ഈ ആശുപത്രിയുടെ ഈ മഹത്തായ സേവനത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ജോയി അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള സംരംഭം ഒരു വലിയ വിജയമായി തുടർന്നും വരട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. അഭിമന്യ തിരുമേനി വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും ചെയ്യുന്ന ഇടപെടലുകൾ അതിനുവേണ്ടി നടത്തുന്നത് സമൂഹമാകെ അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെതായ നേട്ടങ്ങളും ധാരാളം ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂരിന് അതിൻ്റെതായ പ്രയോജനവും ലഭിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആ തുടങ്ങുന്ന സ്ഥാപനം മാത്രമല്ല, അത് മറ്റുള്ളവർക്കൊരു പ്രചോദനം കൂടിയാകുക. അങ്ങനെ ഇത് വളർന്നു വരട്ടെ എന്നാശിച്ചുകൊണ്ട് ഞാൻ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇത് കഷ്ടപ്പെടുന്നവരുടെ, ബുദ്ധിമുട്ടുന്നവരുടെ ക്യാൻസർ രോഗം നമ്മുടെ സമൂഹത്തെ ഇന്ന് ഏറ്റവും വലിയ രോഗമായിട്ട് മാറുക. അങ്ങനെയുള്ളവരെ ഒരു അത്താണിയായി ഈ സ്ഥാപനം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശാന്തി ഭവൻ ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ചാലക്കുടി മണ്ഡലത്തിനായി 1 അമർത്തുക. പുതുക്കാട് മണ്ഡലത്തിനായി 2 അമർത്തുക. ഒല്ലൂർ മണ്ഡലത്തിനായി 3 അമർത്തുക. മാടക്കത്തറ പഞ്ചായത്ത് 1 അമർത്തുക. നടത്തറ പഞ്ചായത്ത് 2 അമർത്തുക. പാണഞ്ചേരി പഞ്ചായത്ത് 3 അമർത്തുക. പുത്തൂർ പഞ്ചായത്ത് 4 അമർത്തുക. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ. താങ്കളുടെ ബുക്കിംഗ് സ്വീകരിച്ചിരിക്കുന്നു. ശാന്തിഭവൻ പാലിയേറ്റീവ് കെയർ ആശുപത്രിയുടെ ഔപചാരികമായ ഉദ്ഘാടനവും ആശീർവാദ കർമ്മവും നടന്നത്. ഈ പ്രദേശത്തേക്ക് ആര് കയറി വന്നാലും നമ്മുടെ പ്രിയങ്കരൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെ പ്രശാന്ത സുന്ദരമായ, അതീവ സുന്ദരമായ ഈ പ്രദേശം തന്നെ തിരഞ്ഞെടുത്തതിന് പല്ലിശ്ശേരിയെ പല്ലിശ്ശേരി എന്ന് പറയുന്ന ഗ്രാമപ്രദേശം ഇത്രയും വളർത്താൻ കാരണക്കാരായ എല്ലാവരെയും, ഈ പ്രദേശത്തുള്ളവരെയും, വളരെ പ്രത്യേകിച്ച് ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത ജോയി അച്ഛന്, ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ക്ലെയർ സിസ്റ്റേഴ്സിനെ എല്ലാവരെയും പ്രത്യേകമായി ഈ നാട്ടുകാരെ ഞാൻ അനുമോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അഭയം ശാന്തി ഭവൻ ഓൺലൈൻ വെർച്വൽ ബ്ലഡ് ബാങ്ക് shareBloodKerala.com എന്നത് കേരളത്തിന് ഇപ്പോൾ ആരംഭത്തിൽ തൃശ്ശൂർ ജില്ലയ്ക്ക്, ഈ പ്രദേശത്തിന് അനുഗ്രഹമാകട്ടെ എന്നുള്ള ആശംസയോടെ ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. നാളെ മുതൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഏർലി മെഡിക്കൽ ഡിറ്റക്ഷൻ ലബോറട്ടറി വഴി പഞ്ചായത്ത് പരിധിയിലുള്ള 150 പേർക്കും ക്യാമ്പിൻ്റെ തലേദിവസം ബുക്ക് ചെയ്യുന്ന ഓപ്പൺ ബുക്കിങ്ങിനെ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. 50 പേർക്കും, അങ്ങനെ 200 പേർക്ക് ബ്ലഡ് ആൻഡ് യൂറിൻ ടെസ്റ്റുകൾ, 48 ടെസ്റ്റുകൾ, പാരാമീറ്റേഴ്സ് കണക്കെടുത്ത് നോക്കിയാൽ 2000-ൽ പരം രൂപ ലാബുകളിൽ ചെലവ് വരുന്ന
ടെസ്റ്റുകൾ നാളെ മുതലേ നമ്മുടെ പൊതുജനങ്ങൾക്കായി തുറന്ന് പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് പട്ടാഭിരാമൻ സ്വാമി ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം ഏർലി ശാന്തി ഭവൻ പാലിയേറ്റീവ് ഏർലി മെഡിക്കൽ ഡിറ്റക്ഷൻ ലബോറട്ടറിയാണ്. ഞാൻ ഫാദറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 50 ലക്ഷത്തോളം ചെലവ് ചെയ്തിട്ടാണ് ലബോറട്ടറി പണിതിരിക്കുന്നത്. ഓരോ പഞ്ചായത്തിലും ഏറ്റവും ചുരുങ്ങിയത് 200 പേർക്കെങ്കിലും സൗജന്യമായി ഈ ലബോറട്ടറിയുടെ ടെസ്റ്റുകൾ സൗജന്യമായിരിക്കും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അത് തീർച്ചയായും വലിയൊരു കാര്യമാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ സമ്പത്ത് കൊണ്ട് സൗകര്യം കൂടുന്തോറും നമ്മൾ ഇൻഷുറൻസ് എടുക്കും. ഒരു ലക്ഷത്തിന് ഇൻഷുറൻസ് എടുക്കും. പിന്നെ ശക്തി കൂടിയ ഇനിയിപ്പോൾ അമേരിക്കയിലൊക്കെ പോയി ചികിത്സിക്കേണ്ടി വന്നാലോ 50 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് എടുക്കും. പിന്നെ 1 കോടിയിൽ ഇൻഷുറൻസ് എടുക്കും. അപ്പോൾ നമുക്കൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഇൻഷുറൻസ് ഒക്കെ എടുത്താലും രോഗം വന്നതിന് ശേഷമേ ചികിത്സിക്കാൻ പറ്റുള്ളൂ. ഈ രോഗം വരാതിരിക്കാനുള്ള ഒരു ഇൻഷുറൻസ് ഉണ്ട്. അതാണ് ഈ സൽക്കർമ്മം. പറ്റാവുന്നവർക്ക് ദാനധർമ്മം ചെയ്യുക എന്നുള്ളത്. അത് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ രോഗം ഒരിക്കലും പിടിപെടില്ല. തൃശ്ശൂരുകാരൻ എന്ന രീതിയിൽ തൃശ്ശൂരുള്ള ഈ പുതിയ പ്രസ്ഥാനത്തിനോടും സഹകരിക്കാനും യോജിച്ച് പ്രവർത്തിക്കുവാനും എനിക്ക് താല്പര്യമുണ്ട്. എൻ്റെ വ്യക്തിപരമായ എല്ലാ സഹായ സഹകരണങ്ങളും ഞാൻ ഇവിടെ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.